ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കൊരു കല്യാണം കൂട്ടിയിട്ട് വന്നാലോ? ബൈ ദ ബൈ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സുന്ദരിയല്ലേ? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഒരു ലോങ് ട്രിപ്പ് പോയാലോ? അതെ ഗൈസ്, നമുക്ക് ഹരിപ്പാട് നിന്ന് പന്തളം വരെ പോകണം. അതൊരു 1 അവറെങ്കിലും ബസ്സിൽ എടുക്കുന്നതായിരിക്കും. സോ അതുവരെ നമുക്കിങ്ങനെ പൊക്കോണ്ടിരിക്കാം, നല്ല പാട്ടൊക്കെ കേട്ട്. കൺമണി പൂവേ കണ്ണാടി പൂവേ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവുക. അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ എന്ത് സ്ഥലം എത്തി. സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, പന്തളത്ത് ഏതൻ ഗാർഡൻ കൺവെൻഷൻ സെൻറ്റർ, അവിടെയാണ് കല്യാണം. ബട്ട് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അതായത് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് പെണ്ണും ചെറുക്കനൊക്കെ സ്റ്റേജിൽ വന്ന് എല്ലാം കഴിഞ്ഞത് ഇരിപ്പുമായി. എല്ലാം കഴിഞ്ഞാൽ താലികെട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് വിശപ്പിൻ്റെ വിളി അധികം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ വന്ന് കയറി അവിടെ തന്നെ നേരെ പോയിട്ട് അവിടെ വെൽക്കം ഡ്രിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് ഒരു കുട്ടി സമൂസകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറിയത്. കാരണം വിശപ്പാണല്ലോ എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ കല്യാണം. സോ അങ്ങനെയാണ് നമ്മൾ ലേറ്റായത്. അങ്ങനെ അവരുടെ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ചടങ്ങുകളും കൂടെ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുക്കളുടെ കല്യാണത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ പന്തലിന് ചുറ്റിലും 3 വട്ടം വലം വെക്കുന്നത്, അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ അതൊക്കെ അവിടെ നടക്കട്ടെ. അതുവരെ നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിലൊക്കെ വന്നില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാണ്ടേ. അങ്ങനെ നമ്മൾ കറങ്ങി നേരെ പോയത് നമ്മൾ ഫുഡ് കഴിക്കാൻ. കല്യാണത്തിന് വന്നാൽ സദ്യ കഴിക്കണമല്ലോ. സോ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഫുഡ് കഴിക്കാനിരിക്കും. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ പോസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പറയുന്നത് സോറി ഗൈസ്, ഇത് ഫോട്ടോ അല്ല, ഇത് വീഡിയോ ആണ്. അങ്ങനെ നമ്മളിത് വീണ്ടും ഫുഡൊക്കെ അടിച്ചിട്ട് വീണ്ടും നമ്മൾ കറങ്ങാൻ ഇറങ്ങി. ഇപ്പം നമ്മൾ വന്ന എല്ലാവരും കൂടെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ വിത്ത് വീഡിയോ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അനിയത്തി കുട്ടിയെ ഞാൻ പറ്റിച്ചു. അവളെ ഞാൻ ഫോട്ടോ എടുക്കാനത് വിളിച്ചു, അവൾ ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരുന്നിട്ട് നമ്മൾ നേരെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലൊരു ഗണപതിയുടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ. അങ്ങനെ പോയതാണ്. അങ്ങനെ അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ നല്ല വീണ്ടും ഒരു മാരേജിൻ്റെ ആ ഒരു കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വീണ്ടും അവിടോട്ടൊരു ശ്രദ്ധ ചെലുത്തിയത്. അങ്ങനെയാണ് നമ്മൾ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഗൈസ്. നമ്മൾ ആദ്യം കണ്ടത് വെറും സാമ്പിളായിരുന്നു. അതായത് ഇവർക്ക് 2 കല്യാണമുണ്ട്. 2 കല്യാണം മീൻസ് 2 ചെറുക്കനും പെണ്ണും അല്ല, അവരുടെ സെയിം ചെറുക്കനും പെണ്ണിനും 2 ടൈപ്പ് കല്യാണമുണ്ട്. അതിൻ്റെ ഒരു സീക്രട്ട് ഉണ്ട്, ഞാൻ പറയൂല, നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ. അങ്ങനെ രണ്ടാമത്തെ കല്യാണത്തിനകത്ത് അവർ കോസ്റ്റ്യൂമും മാറി എല്ലാം മാറിയിട്ട് വന്ന് വീണ്ടും അവർ താലി കെട്ടിയിട്ടുണ്ട്. ഈ താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പരിപാടികളുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ അത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിനിമയുണ്ട്, അല്ലു അർജുൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ കാണത്തില്ലേ, അതായത് പെണ്ണും ചെറുക്കനും ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് അവർ തമ്മിൽ ഒരാൾ ഇങ്ങനെ തലയിൽ കൂടെ അരിയിടും, അപ്പുറത്തെ ആളുടെ തലയിൽ കൂടെ ഇടും. പിന്നെ കുറച്ച് മഞ്ചാടിക്കുരു അതും ഇതുപോലെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ തലയിൽ കൂടെ ഇടും. പിന്നെ അവലല്ലോ മലര്, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ടൊരു ഗെയിം പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ട് സത്യം പറഞ്ഞാൽ. സോ അതും കുറേ പരിപാടി. അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, അത് തന്നെ പരിപാടി. സത്യം പറഞ്ഞാൽ ആ വീഡിയോ എടുത്ത കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി അടിച്ചു പൊളിച്ച് വീട്ടിൽ